അവനെ ഞാൻ ശരിയാക്കും. പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് RMP നേതാവും MLA-യുമായ KK രമ പ്രതികരിച്ചത്. രമയുടെ കലിപ്പിനാധാരം ഒരു വാർത്തയാണ്. റിപ്പോർട്ടർ ചാനൽ നൽകിയ നട്ടാൽ കിളിർക്കാത്ത കള്ളവാർത്തയിലാണ് ഈ രീതിയിൽ KK രമ പ്രതികരിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ TP വധക്കേസിൽ പുനരന്വേഷണത്തിന് KK രമ രമേശ് ചെന്നിത്തലയെ കണ്ടുവെന്നാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകിയത്. ഇതാണ് പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണത്തിന് രമയെ പ്രേരിപ്പിച്ച ഘടകം. കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന വ്യാജ വാർത്തകളിലേക്ക് ഒന്നുകൂടിയായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂവെന്ന് രമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ TP വധക്കേസ് കോടതിയുടെ പരിഗണനയിലാണ്. വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അഥവാ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് RMPയിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും രമ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. വ്യാജ വാർത്ത എങ്ങനെ പ്രചരിച്ചുവെന്നറിയാൻ വാർത്ത പ്രസിദ്ധീകരിച്ച ചാനലിൻ്റെ പ്രതിനിധിയോട് നേരിട്ട് KK രമ സംസാരിച്ചുവെന്നാണ് വിവരം. RMP നേതാവ് N വേണുവും വാർത്ത പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. താൻ പറഞ്ഞു എന്ന പേരിൽ ചാനലിൽ അങ്ങനെയൊരു വാർത്ത വരാനിടയായ സാഹചര്യം വ്യക്തമായിട്ടില്ലെന്നും KK രമ പറഞ്ഞു. പാർട്ടിയിൽ അത്തരമൊരു ചർച്ച പോലും നടന്നിട്ടില്ല. കാരണം കേസ് കോടതിയുടെ പരിഗണനയിലാണല്ലോ എന്ന കാര്യവും KK രമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം കേസന്വേഷണത്തിൽ തനിക്ക് പൂർണ്ണ തൃപ്തിയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ അത്തരമൊരു അഭിപ്രായ പ്രകടനത്തിനുള്ള സമയം ഇതാണെന്ന് താൻ കരുതുന്നില്ലെന്നും KK രമ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ എടുത്തു കാണേണ്ടത് റിപ്പോർട്ടർ ചാനലിൻ്റെ കുബുദ്ധിയാണ്. UDF സർക്കാർ അധികാരത്തിൽ തുടരുന്ന മുറയ്ക്ക് തങ്ങളുടെ മുട്ടിൽമരമുറി കേസ് വീണ്ടും കുത്തിപ്പൊക്കുമെന്ന് ഉറപ്പാണ്. CPM-നും പിണറായി വിജയനും വേണ്ടി UDF-നെ എന്നും താറടിച്ച് കാണിക്കുവാനുള്ള നീക്കമാണ് റിപ്പോർട്ടർ നടത്തിയിട്ടുള്ളത്. അതിനു പിന്നിൽ നേരത്തെ സൂചിപ്പിച്ച മുട്ടിൽമരമുറി വിവാദമാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോൾ മുറിച്ചു കടത്തിയ മരങ്ങളുടെ എണ്ണം ഹാജരാക്കുവാൻ നിർദ്ദേശിച്ചത് കേസ് വീണ്ടും ചൂടുപിടിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. LDF സർക്കാരിൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘം അനാവശ്യമായ കാലതാമസം വരുത്തി കേസ് വൈകിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് UDF ആണ്. കേസിന് പതിവില്ലാത്ത വേഗതയുണ്ടെന്ന് വേണം കണക്കാക്കുവാൻ. സർക്കാർ മാറിയതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് കേസ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് കോടതി പരിഗണനയിൽ എടുത്തിരുന്നില്ലെന്ന് വേണം കരുതാൻ. ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ കോടതി മരങ്ങളുടെ കണക്ക് ചോദിച്ചതിന് പിന്നിൽ കേസ് ഗൗരവകരമായി തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്നും പറയേണ്ടി വരും. ഇതിനിടയിലാണ് UDF സർക്കാരിൽ ബോംബിടാൻ ചില പൊള്ളയായ വാർത്തകൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് KK രമയുടെ വാർത്തയെന്നും കാണാൻ സാധിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും KK രമയെയും തമ്മിൽ തെറ്റിക്കുന്നത് വഴി UDF-നുള്ളിൽ പൊട്ടിത്തെറികൾക്ക് വഴികൾ തേടുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ. എന്തായാലും നേരത്തെ UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ വാക്കുകളാണ് ഇവിടെ ഓർമ്മയിൽ വരുന്നത്. വാർത്തകൾ കള്ളം ചേർത്ത് നനയ്ക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ പൂട്ടിക്കാനുള്ള വഴികൾ UDF അധികാരത്തിലെത്തിയാൽ തേടും. മറ്റൊരു അസംബന്ധ വാർത്ത നൽകിയതിനാണ് അന്ന് അടൂർ പ്രകാശ് പൊട്ടിത്തെറിച്ചത്. എന്തായാലും KK രമ റിപ്പോർട്ടറിന് വയറ് നിറച്ചു കൊടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.